ഭബ്ബബ്ബ ഭയ ഭക്തി ബഹുമാനം 2025 ദിലീപിൻ്റെ രണ്ടാമത്തെ കമ്പാക്ക്. തേങ്ങ കൊലയാണ്. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് ടാഗ്ലൈൻ കൊടുത്തെന്തായാലും നന്നായി. പക്ഷേ ഈ ലോജിക്കില്ലായ്മക്കും ചെറിയൊരു ലോജിക്കലും ഉണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ബിലോ ആവറേജ് ഫ്ലൂക്ക്. അതാണ് ബബ്ബബ്ബ. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുക, അത്ര തന്നെ. നല്ല ആളും ബഹളമുള്ള തിയേറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വൈബ് കിട്ടും. എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് പറയില്ല. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ ഓഡിയൻസ് ഈ ഗൂഗിൾ മൂവീസിൻ്റെ ടൈറ്റിൽ വരുമ്പോഴത്തേക്കന്നെ കയ്യടി ആർപ്പുളിയൊക്കെ തുടങ്ങി. പടം എന്തായാലും കുറച്ച് ഓവറല്ലേ, പിന്നെ ഓഡിയൻസ് ആയിട്ട് എന്തിനു കുറക്കണം എന്ന് വെച്ചിട്ടായിരിക്കും. എന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ കയ്യടി ആർപ്പുളിയൊന്നും അത് വേണ്ട സമയത്ത് ഉണ്ടായിട്ട. ഐ മീൻ ക്ലൈമാക്സിൻ്റെ സമയത്ത് ഈ കയ്യടിയൊന്നും ഉണ്ടായിട്ട. എല്ലാവരും ചത്ത പോലെ ഇരിക്കുന്നുണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുറേ സ്ഥലത്ത് കയ്യടിയും ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ ആക്കും, ഓരോരോ പടത്തിലെ കുറച്ച് സീൻസ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില പ്രത്യേക പാട്ട് വരുമ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഈ ക്ലാപ്പും കയ്യടിയും ഒരു വൈബ് കുറച്ചുണ്ടായിരുന്നു. പക്ഷേ കഥയിലോ അതിൻ്റെ സ്ക്രീൻ പ്ലേയിലൊന്നും വൈബ് ഉണ്ടായെന്ന് വെച്ചാൽ അതില്ല. പക്ഷേ നോ ലോജിക്കാന്നല്ല വിട്ടെ. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൻ്റെ അവസ്ഥ സൂപ്പർ. അതായത് ഓഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്നു, കയ്യടിക്കുന്നു, ആർപ്പുളിക്കുന്നു, പിന്നെ സൈലൻസ്. വീണ്ടും ലാലേട്ടൻ, ആർപ്പുളി, സൈലൻസ്. ലാലേട്ടൻ, ആർപ്പുളി, സൈലൻസ്. ഇതന്നെ അവസ്ഥ. ലാസ്റ്റ് വരി തന്നെ. എനിക്കൊന്ന് ക്ലൈമാക്സിലാകുമ്പോൾ ഇതും വിട്ടു. ലാലേട്ടനെ കാണിച്ചാലും BGM കയറ്റി വിട്ടാലും ആളെല്ലാം ഇങ്ങനെ നോക്കൂത്തിയോലിരിക്കും. അതായിരുന്നു ക്ലൈമാക്സിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ പടത്തിന് നല്ലതെന്ന് തോന്നിയാൽ വളരെ കുറച്ച് കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം സത്യം പറ ലാലേട്ടൻ തന്നെയാണ്. കുറച്ചധികം സമയം ലാലേട്ടനുണ്ട്. അത് ഭയങ്കര സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നല്ലത് തോന്നിയ വേറൊരു കാര്യം ആ സോങ്ങാണ്. ആ അഴിഞ്ഞാട്ടുന്നാണ് സോങ്. ആ പാട്ട് യൂട്യൂബിൽ വന്നേരം 10 പൈസക്ക് കൊള്ളൂലാന്ന് ഞാൻ വിചാരിച്ചിനി. ഞാൻ മാത്രമല്ല, കേട്ടവരെല്ലാവരും അഭിപ്രായം ഏകദേശം ഇത് തന്നെയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. ടീപ്പ് റേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഫുള്ള് നെഗറ്റീവ് എക്സ്പെക്ടേഷനിൽ പോയോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ആ പാട്ട് ഇഷ്ടപ്പെട്ടിനി. പാട്ട് മാത്രമല്ല, ഡാൻസും അത്യാവശ്യം നല്ല കൊറിയോഗ്രഫി തന്നെയാണ്. പിന്നെ അറിയാല ലാലേട്ടനും ദിലീപും സാന്റിയ മാസ്റ്ററും പിന്നെ ഒരു വലിയൊരു ക്യാമിയോയും എല്ലാം കൂടിയിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഞാൻ പറയണ്ടല്ല, അടിപൊളിയാക്കിനി. സാന്റിയ മാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെയിരുന്ന മനുഷ്യനാണ്. അയാളെ കൊണ്ടുപോയിട്ട് ഇല്ലാണ്ടാക്കി എന്ന് പറയാം. ഒരു പൈസക്കും കൊള്ളാത്ത ഒരു ക്യാരക്ടറും ഇല്ലാത്ത ഒരു വേസ്റ്റ് ക്യാരക്ടറാണ് ഈ സാന്റിയ മാസ്റ്റർ ക്യാരക്ടർ. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ചാവറ് കണക്കാன ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്കൊന്ന് മലയാള സിനിമേൻ്റെ പകുതിയും ഈ പടത്തിലുണ്ട് തോന്നുന്നു. ഇനി അതും പോരാണ്ടാന്ന് ഈ തമിഴിൽ നിന്നും അത്യാവശ്യം 1-2 ആളുണ്ട്. നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ എന്തിനാന്ന് വെച്ചാൽ ദൈവത്തിനറിയാം. ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ വരുന്നു പോകുന്നു അങ്ങനെയാണ് അവസ്ഥ. അതിൽ വിനീതിൻ്റെ ഒന്നും പരിപാടി എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. ദിലീപിൻ്റെ പരിപാടി എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇത് ഈ ലോജിക്കില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തൊക്കെയോ ആണ്. പിന്നെ അതിലാകെ കുറച്ച് ബെറ്റർ എനിക്കൊന്നും ധ്യാനാന്ന് തോന്നുന്നു. ധ്യാനിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല പരിപാടിയും ഇടക്കിടക്ക് ചിരിക്കാനൊക്കെ വല്ലതും കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കണക്കാണ്. ആകെ മൊത്തത്തിൽ ഇപ്പം ഒരു കഥ, അങ്ങനെ ഒരു കഥയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ലോജിക്കില്ല എന്നാണെങ്കിൽ ഒരു കഥ വേണ്ടേ? ഒന്നുമില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ എന്ന് പറഞ്ഞ പോലെ പാടം ഇങ്ങനെ സ്റ്റാർട്ട് തൊട്ട് എൻ്റെ വരെ പോകുന്നു. കുറേ ക്യാരക്ടേഴ്സ് വരുന്നു, നമുക്ക് കാണാൻ ഇഷ്ടമില്ല. കുറേ ആൾ വരുന്നുണ്ട്. ലാലേട്ടനൊക്കെ വരുമ്പോൾ കൈയടിക്കുന്നു, പരിപാടി കഴിയുന്നു, പോകുന്നു. ഒരു ഫുൾ എനർജറ്റിക് പടാന്ന് ഇവർ പറഞ്ഞിട്ട് ഇറക്കി. പടം കഴിയുമ്പോൾ നമുക്കങ്ങനെ തോന്നണ്ടേ? ഒരു തിയേറ്ററിൽ നിന്ന് ഒരു ക്ലാപ്പോ പരിപാടിയോ ഈ അഴിഞ്ഞാട്ടത്തിലെ പാട്ടാണ് അവർ ഏറ്റവും ലാസ്റ്റ് ഇടുന്നത്. എന്നിട്ടും ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു റെസ്പോൺസും ഞാൻ കണ്ടിട്ടില്ല. അതായത് ക്ലൈമാക്സ് ആകുമ്പം മൊത്തത്തിൽ ഡ്രൈ ആയി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ, അതാണ് ഉണ്ടായത്. എന്തായാലും ഇതാണ് പടത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.